നമസ്കാരം. ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. നമ്മൾ ഓണത്തിനോടനുബന്ധിച്ചുള്ള പ്രോഗ്രാം ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് ആദ്യ ദിവസമാണ്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണ വിഭവം മോര് കാച്ചിയതാണ്. അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്ന അദ്വൈത് നമ്പൂതിരി തിരുവല്ല. ഇന്ന് സമ്മാനവും സ്പോൺസർ ചെയ്തിരിക്കുന്നത് അദ്വൈത് നമ്പൂതിരി തിരുവല്ലയാണ്. ഇന്നത്തെ സമ്മാനം വാച്ചാണ്. നമുക്കെന്തായാലും ഈ വിഭവത്തിലേക്ക് കിടക്കാം. നമ്മൾ ഈ മോര് കാച്ചിയത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വെളുത്തുള്ളി നമ്മളെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, പിന്നെ നല്ല പുളിയുള്ള മോര്, പിന്നെ നമ്മൾ കൊല്ലമുളക് എടുത്തിട്ടുണ്ട്, കരിവേപ്പില എടുത്തിട്ടുണ്ട്, കടുക്, അതുപോലെ ഉലുവ, പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഉപ്പ്, മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് നമുക്ക് നമ്മുടെ പച്ചമുളകും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തിട്ട് നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് എടുക്കാം. നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് അടിച്ചെടുക്കാം. നമ്മൾ ഒരു ചട്ടി എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നമ്മുടെ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ഇടാം. നമുക്ക് കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൊല്ലമുളക് നമുക്ക് എടുത്തിടാം. അതിലേക്ക് കുറച്ച് ഉലുവ ഇടാം. ഇനി നമുക്ക് അതിലേക്ക് കൊല്ലമുളക് എടുത്തിടാം. കൊല്ലമുളക് ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് എടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് കരിവേപ്പില നമുക്കിടാം. അടിച്ചു വെച്ച ആ പേസ്റ്റ് നമ്മൾ അതിലേക്ക് ഇടാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. അത് നന്നായിട്ട് ഇളക്കിയിട്ടൊന്ന് ഒന്ന് മുരിഞ്ഞ് റെഡിയാവട്ടെ. നമുക്കിനിയും അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ഇടാം. അതൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് റെഡിയാവട്ടെ. ഇനിയും നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആവശ്യത്തിനിടാം. ഇനി നമുക്ക് ആവശ്യത്തിന് അതിലേക്ക് ഉപ്പിടാം. ആവശ്യത്തിന് ഇനി നമുക്ക് നല്ല പുളിയുള്ള മോര് അതിലേക്ക് ഒഴിക്കാം. എന്തായാലും നമ്മൾ ഇതിലേക്ക് മോര് ഒഴിച്ച് ഇളക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ മോര് പൊട്ടിപ്പോവും. അതുകൊണ്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിയെടുത്ത് വെക്കാം. എന്തായാലും നമ്മുടെ മോര് കാച്ചിയത് റെഡി ആയിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെയുള്ള വിഭവങ്ങളൊക്കെ ഓണക്കാലത്ത് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതൊക്കെ വീട്ടിലുണ്ടാക്കി നോക്കണം. ഇനിയും ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തായാലും നമ്മുടെ ഓണനിലാവ് 2026 എന്ന് പറഞ്ഞ പ്രോഗ്രാം എല്ലാവരും വൻ വിജയമാക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. എല്ലാവർക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് സമ്മാനം കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനിയും അടുത്തൊരു നല്ലൊരു വിഭവമായി എത്തുന്നവരെ നന്ദി, നമസ്കാരം.